വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന വിഷയത്തിൽ സർക്കാരിനോട് അദാനി കമ്പനി അനുമതി തേടിയിട്ടില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ഓഹരി വിൽക്കൽ സർക്കാരിന്റെ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആദ്യം പ്രതികരണം നോക്കാം, അതിനുശേഷം വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരും. ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഇതിന്റെ സാങ്കേതിക വശം? സിന്ധൂരി, മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി വിഴിഞ്ഞം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് മറുപടിയായി നൽകിയത്. അതുതന്നെയാണ് അല്പം മുമ്പ് പ്രേക്ഷകരെ നമ്മൾ കേൾപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSC വിഴിഞ്ഞം അദാനി ഗ്രൂപ്പിൻ്റെ 49% ഓഹരി കരാറിൽ ഒപ്പിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ കമ്പനി, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനിയാണ്, വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് അവരുടെ ഈ ഓഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഹരി ഏറ്റെടുക്കുന്നത്. അതായത് ഈ സർക്കാർ ഒപ്പം തന്നെ അദാനി കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പാണ് വിഴിഞ്ഞം പദ്ധതിയിലുള്ളത്. 51% ഷെയർ സംസ്ഥാന സർക്കാരിന്, ബാക്കി 49% അദാനി കമ്പനിക്കും. അതിൽ അദാനിക്കുള്ള ബാക്കിയുള്ള 49% 100% കണക്കാക്കുമ്പോൾ അതിൽ 49% ഓഹരിയാണ് ഇപ്പോൾ MSC കമ്പനിക്ക് കൈമാറാൻ അദാനി ഉദ്ദേശിക്കുന്നത്. 13,000 കോടിയുടെ കരാറാണ് അവർ ഒപ്പിടാൻ പോകുന്നത്. അത് സംബന്ധിച്ച ചോദ്യം നിയമസഭയിൽ വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറുപടിയായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, വിഴിഞ്ഞത്തെ അദാനി ഓഹരി വിൽക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുമതി വേണമെന്ന്, സർക്കാരിൻ്റെ അനുമതി ഇക്കാര്യത്തിൽ തീർച്ചയായും കമ്പനിക്ക് വേണ്ടതാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. സർക്കാരിനോട് അദാനി അനുമതി തേടിയിട്ടില്ല. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഓഹരി വിൽക്കാൻ കഴിയില്ല. അനുമതി ആവശ്യപ്പെട്ട് അദാനി കമ്പനി ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത് വീണ്ടും അതേ ചോദ്യം മറ്റൊരു MLA നിന്ന് ഉയർന്നു. അപ്പോഴും മുഖ്യമന്ത്രി സഭയിൽ ഇതേ മറുപടി ആവർത്തിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിൻ്റെ മുമ്പിൽ ഫയൽ ഇതുവരെ വന്നിട്ടില്ല. നിക്ഷേപത്തിന് സർക്കാരിൻ്റെ അനുമതി തീർച്ചയായും വേണം. സർക്കാരിൻ്റെ മുന്നിൽ വന്നാൽ അക്കാര്യം പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇതിൽ ഈ അദാനി കമ്പനി നിയമപരമായി കമ്പനിയുടെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു പാർട്ണർക്ക് ഇയാളുടെ ഓഹരി സംബന്ധിച്ച് മറ്റ് സാങ്കേതികമായ നിയമപരമായ പ്രശ്നമില്ല എങ്കിൽ ഓഹരി വിറ്റഴിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കമ്പനി ആക്ട് അനുസരിച്ച് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്വാഭാവികമായ അനുമതി ഈ കരാർ വ്യവസ്ഥ അനുസരിച്ച് വിഴിഞ്ഞം അദാനി കമ്പനി പാലിക്കേണ്ടതുണ്ട്. അത് എഗ്രിമെൻറ്റിൻ്റെ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചാൽ തന്നെ സാങ്കേതികമായ സംവിധാനമാണ്. ഇനി സർക്കാരിന് മുന്നിൽ ഫയൽ സമർപ്പിക്കുകയും കമ്പനി ഇത് സംബന്ധിച്ച രേഖകൾ സർക്കാരിന് കൈമാറുന്ന മുറയ്ക്ക് ഇതിൻ്റെ കരാർ വ്യവസ്ഥകളുമായി സർക്കാരിന് അംഗീകാരം നൽകേണ്ടി വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഈ അദാനി കമ്പനി ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറായ സർക്കാരുമായി ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ഓഹരി വിൽപ്പന നടക്കുമ്പോൾ സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ, വിഴിഞ്ഞം തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MSC കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. മില്യൺ കണക്കിന് കോടികളുടെ ആസ്തിയുള്ള ഏറ്റവും വലിയ കപ്പലുകളുടെ സർവീസ് നടത്തുന്ന കമ്പനിയാണ്. ആ കമ്പനിയാണ് വിഴിഞ്ഞം കരാറിൽ 49% അദാനിയുടെ കരാർ, ഈ ഓഹരി വാങ്ങുന്ന കരാറിൽ ഏർപ്പെടുന്നത്. അതിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് MSC കമ്പനി വിഴിഞ്ഞത്ത് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. അത് സംബന്ധിച്ച് സാങ്കേതികമായി പറഞ്ഞാൽ സർക്കാരിനെ ഇത് അറിയിക്കേണ്ട ബാധ്യത അദാനി കമ്പനിക്കുണ്ട്. അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെയും അനുമതി ഇക്കാര്യത്തിൽ വേണ്ടതാണ്. അത് സംബന്ധിച്ച് ഫയൽ വരുന്ന മുറയ്ക്ക് സർക്കാർ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ വാർത്ത മാത്രമാണ് സർക്കാരിൻ്റെ അറിവിലുള്ളത്. ഇത് സംബന്ധിച്ച് കമ്പനി സർക്കാരിനെ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടിയായി പറഞ്ഞത്. സിന്ധൂരി, അല്പം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അനുമതിക്കായി കമ്പനി സർക്കാരിനെ സമീപിച്ചാൽ ഈ അനുമതി നൽകുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ, അല്ലെങ്കിൽ അനുമതി നൽകാതിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത സർക്കാരിനുണ്ടോ? അത്തരത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഫയൽ മുന്നിലെത്തിയാൽ നടക്കുവാൻ സാധ്യതയുള്ള വിവരങ്ങൾ?
തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ പാർട്ണർഷിപ്പ് കരാർ ഒരു സർക്കാരും കമ്പനികളും തമ്മിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഈ 49% കരാറാണ് അദാനി കമ്പനിയുമായി സർക്കാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർക്ക് 40 വർഷത്തെ കരാറാണ് നിലവിലുള്ളത്. അവർക്ക് മറ്റു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിന് മറ്റ് നിയമ തടസ്സം ഉണ്ടാകുന്നില്ല. അത് കരാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ സർക്കാരിനെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുള്ള കമ്പനിയോ കരിപ്പട്ടിയിൽപ്പെട്ട കമ്പനിയോ അങ്ങനെ ഏതെങ്കിലും കമ്പനിയാണെങ്കിൽ നിയമവശം തേടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കമ്പനി അല്ല എങ്കിൽ ആ കമ്പനിക്ക് സ്വാഭാവികമായി കരാറിൽ ഏർപ്പെടാനും അവരുടെ ഓഹരി മറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നതിനും ഒരു തടസ്സമില്ല. ആ തടസ്സം വരുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. ഏതെങ്കിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുകയോ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിൽ ഈ കമ്പനി ഏതെങ്കിലും കരിപ്പട്ടിയിൽ പെടുകയോ ഒക്കെ ചെയ്യുന്ന വലിയ തരത്തിലുള്ള എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ ഈ കരാറിനെ സംബന്ധിച്ച് വ്യവസ്ഥ നഷ്ടമാവുകയുള്ളൂ. അല്ലാതെ വൻകിട കമ്പനി സ്വാഭാവികമായി രണ്ട് കക്ഷികൾ തമ്മിൽ സർക്കാരുമായോ ഒരു കമ്പനിയുമായോ കരാർ ഒപ്പിട്ടാൽ ആ കരാറിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഇടപെടാനുള്ള അവകാശമുള്ളൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വർഷങ്ങൾ നീണ്ട 40 വർഷത്തെ കരാറാണ് വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അദാനിയും സർക്കാരും തമ്മിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 49-51 എന്ന നിലയ്ക്കാണ് കരാർ വ്യവസ്ഥ. അതിൽ അവരുടെ 49% കരാർ 100% കണക്കാക്കുമ്പോൾ അതിൽ 51% ഇപ്പോൾ അദാനിക്ക്, ബാക്കി 49% MSC എന്ന ആഗോള ഈ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് പോകുമെന്നതാണ് സൂചന. അത് സംബന്ധിച്ച് സർക്കാരിന് ഔദ്യോഗികമായി ഇക്കാര്യങ്ങളിലുള്ള അറിയിപ്പോ രേഖാമൂലം കമ്പനി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. അത് സ്വാഭാവികമായി നടത്തേണ്ട ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ്. ഇനി അതിൻ്റെ ഫയൽ വരുന്ന മുറയ്ക്ക് സർക്കാരിനെ സമീപിച്ചാൽ സർക്കാർ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കുകയും കേന്ദ്ര സർക്കാരുമായി ഇത്തരത്തിലുള്ള ആശയവിനിമയം നടത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി ലഭിച്ചാൽ സർക്കാർ ഈ കരാറിന് അംഗീകാരം നൽകേണ്ടി വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് വിഴിഞ്ഞത്തിൻ്റെ വലിയ വികസന താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആഗോള കമ്പനികൾ തന്നെ വിഴിഞ്ഞത്തെ സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു ഭാഗമായി MSC എന്ന ലോക നിലവാരത്തിലുള്ള ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെന്തെങ്കിലും സാങ്കേതിക പിഴവോ നിയമപരമായ തടസ്സവും ഉണ്ടോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. സിന്ധൂരി, ഒരു ചോദ്യം കൂടി. ഇങ്ങനെ ഇത്രയും വലിയൊരു നിക്ഷേപമാണ്, വലിയൊരു ഭാഗം ഷെയർ ആണ് ഈ MSC കമ്പനി വാങ്ങുന്നത്. അങ്ങനെ ഒരു നിക്ഷേപം അവിടെ ആ കമ്പനി നടത്തുമ്പോൾ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം അതിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടോ? സിന്ധൂരി, വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് പൂർത്തിയാക്കുമ്പോൾ കരാർ വ്യവസ്ഥയ്ക്കനുസരിച്ച് വിഴിഞ്ഞത്ത് വരുന്ന മറ്റ് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിക്രയങ്ങളിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുന്ന തൊഴിൽ സാധ്യതയിലൊക്കെയാണ് സർക്കാരിന് സ്വാഭാവികമായി വരുമാനം വരിക. വിഴിഞ്ഞത്ത് വൻകിട കമ്പനികൾ വരുമ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ഉന്നമനത്തിനനുസരിച്ചിട്ടുള്ള നേട്ടമായിരിക്കും സർക്കാരിനുണ്ടാവുക. ആ കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് ഷെയർ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് വിഹിതം ആ കമ്പനികൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഗുണം സ്വാഭാവികമായി സർക്കാരിന് ലഭിക്കില്ല. മറിച്ച് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രൊഫഷണൽ രൂപം വൻകിട കമ്പനികളൊക്കെ തന്നെ വിഴിഞ്ഞത്ത് വരുന്നു. MSC പോലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയെ മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ സർക്കാരുകളും ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറഞ്ഞത് വിഴിഞ്ഞം ഇന്ത്യയുടെ ഭൂപടത്തിലും ഒപ്പം തന്നെ ലോക ഷിപ്പിംഗ് ഭൂപടത്തിലും കേരളത്തിന് തന്നെ ഒരു വലിയ നാഴികക്കല്ലായി മാറും. അത് വിഴിഞ്ഞത്തിൻ്റെ ഉള്ള ഭൂപ്രകൃതിയുടെ വലിയ പ്രത്യേകതയാണ്. ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും കരയുമായി ചേർന്ന ഏറ്റവും വലിയ വൻകിട കപ്പലുകൾ അടുക്കാൻ കഴിയുന്നുള്ള കടലിൻ്റെ ആഴമാണ്. അതിൻ്റെ സാധ്യതയനുസരിച്ച് MSC പോലുള്ള ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു. അതിൻ്റെ ഗുണം സ്വാഭാവികമായി വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിലുണ്ടാകും. പക്ഷേ ഈ കമ്പനികൾ തമ്മിലുള്ള കരാർ വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് വ്യവസ്ഥയിൽ, അതിൻ്റെ ലാഭവ്യവസ്ഥയിൽ പരസ്പരം അവർ കമ്പനികൾ തമ്മിൽ പങ്കുവെക്കുകയാണ്. അതിൻ്റെ ഒരു ഗുണം സ്വാഭാവികമായി സർക്കാർ ലഭിക്കാനുള്ള സാധ്യത ഇല്ല. ശരി, വ്യക്തമാണ് നിർബൻ.